നമ്മുടെയൊക്കെ ഫോണിലെ ഗാലറി ഒന്ന് എടുത്തു നോക്കൂ. അതിൽ അവസാനം എടുത്ത ഫോട്ടോ ഏതാണ്? ഓഫീസിലെ വല്ല ഫയലോ ലാപ്ടോപ്പ് സ്ക്രീനോ ആണോ? അതോ പ്രിയപ്പെട്ടവരുടെ കൂടെയുള്ള വല്ല ചിരിക്കുന്ന മുഖമാണോ? രാവിലെ എഴുന്നേറ്റ ഉടനെ വാട്സാപ്പ് നോട്ടിഫിക്കേഷനുകളിലേക്ക് കണ്ണു തുറക്കുന്ന നമ്മൾ രാത്രി ഉറങ്ങുന്നത് വരെ ആ ലൂപ്പിൽ തന്നെയാണ്. പണ്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ പിന്നെ ഓഫീസ് കാര്യങ്ങളില്ലായിരുന്നു. എന്നാൽ ഇന്ന് ലാപ്ടോപ്പ് ബാഗിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓഫീസ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഈ ഓട്ടത്തിനിടയിൽ നമുക്ക് ശരിക്കും എന്താണ് നഷ്ടപ്പെടുന്നത്? സൺഡേ ഹോളിഡേ എന്ന സിനിമയിലെ ആ IT ജീവനക്കാരെ ഒന്ന് ഓർത്തു നോക്കൂ. അവരുടെ ആ മടുപ്പും ഒരു ഞായറാഴ്ച കിട്ടാൻ വേണ്ടിയുള്ള കാത്തിരിപ്പും നമ്മളിൽ പലരുടെയും ഇന്നത്തെ അവസ്ഥയാണ്. ശമ്പളം കൂടുമ്പോഴും സൗകര്യങ്ങൾ കൂടുമ്പോഴും നമ്മുടെ സമാധാനം കുറഞ്ഞു വരികയാണോ? മക്കളുടെ വളർച്ച കാണാൻ സമയമില്ലാത്ത അച്ഛനമ്മമാർ, മാതാപിതാക്കളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ നേരം കിട്ടാത്ത മക്കൾ. നമ്മൾ സമ്പാദിക്കുന്നത് ഇവർക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോഴും അവർക്ക് നമ്മളിൽ നിന്ന് വേണ്ടത് നമ്മുടെ സമയം മാത്രമാണ്. കമ്പനിക്ക് നിങ്ങളൊരു എംപ്ലോയി ID മാത്രമാണ്. നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ മിനിറ്റുകൾ മതി. പക്ഷേ നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ തകരുന്നത് താങ്ങാൻ കഴിയില്ല. വർക്ക് ലൈഫ് ബാലൻസ് എന്നത് ആരും നമുക്ക് തളികയിൽ വെച്ച് തരുന്ന ഒന്നല്ല. അത് നമ്മൾ തന്നെ നേടിയെടുക്കേണ്ടതാണ്. ഓഫീസിൽ ഇരിക്കുമ്പോൾ 100% അവിടെ നൽകുക. എന്നാൽ വീട്ടിലെത്തിയാൽ ആ സമയം കുടുംബത്തിൻ്റെതാക്കുക. നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യാൻ പഠിക്കുക. കോർപ്പറേറ്റ് ലോകത്തിന് വേണ്ടിയുള്ള ഈ മത്സരത്തിനിടയിൽ സ്വന്തം ആരോഗ്യം കളയരുത്. സ്ട്രെസ് കാരണം വരുന്ന അസുഖങ്ങൾ ചികിത്സിക്കാൻ വേണ്ടി നിങ്ങൾ സമ്പാദിച്ച പണം തന്നെ ചിലവഴിക്കേണ്ടി വരും. വൈകുന്നേരം ഒരു ചായ കുടിക്കുന്നതോ മക്കളോടൊപ്പം കളിക്കുന്നതോ പാട്ട് കേൾക്കുന്നതോ ഒക്കെയാണ് യഥാർത്ഥ സന്തോഷം. അത് റിട്ടയർമെന്റിന് ശേഷം ആസ്വദിക്കാം എന്ന് കരുതി മാറ്റിവെക്കരുത്. നമ്മൾ ജോലി ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ജോലി ചെയ്യാൻ വേണ്ടി മാത്രം ജനിച്ചവരല്ല നമ്മൾ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ഒരു എക്സൽ ഷീറ്റിലോ ഇമെയിലിലോ ഒതുങ്ങിപ്പോകരുത്. നിങ്ങൾക്കും ഇങ്ങനെ തോന്നാറുണ്ടോ? ജോലി കാരണം ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്ന്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ.